ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഷാജൻ ചൂണ്ടിക്കാട്ടിയ അതേ വിഷയം തന്നെയാണ്. കാരണം നമ്മൾ നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. പിന്നെ ഈ അടുത്ത കാലത്തായി കേൾക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഹിന്ദു എന്ന് പറയുന്ന മതം ഉണ്ടായത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ്. ബ്രിട്ടീഷുകാരാണ് ഹിന്ദുവിന് ഹിന്ദു എന്ന പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വേദത്തിലുണ്ടോ, നിങ്ങളുടെ പുരാണത്തിലുണ്ടോ, നിങ്ങളുടെ ഉപനിഷത്തിൽ എവിടെയെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ വന്ന കാലം മുതലുള്ള ചരിത്രമേ നിങ്ങൾക്കുള്ളൂ. ഹിന്ദുവിന് കഷ്ടിച്ചൊരു 100 വർഷത്തെ ചരിത്രം, അല്ലെങ്കിൽ 150 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഹിന്ദു ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പരുങ്ങും. എടാ ശരിയാണല്ലോ, നമ്മുടെ രാമായണത്തിൽ, നമ്മുടെ മഹാഭാരതത്തിൽ, നമ്മുടെ ഭഗവത്ഗീതയിൽ, നമ്മുടെ ഉപനിഷത്തിൽ, നമ്മുടെ വേദങ്ങളിൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹിന്ദു ഉണ്ടായിട്ട് ഇത്ര കാലമായി ആയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയും പരുങ്ങും. കാരണം നമുക്കപ്പോഴും നമ്മുടെ വേരുകൾ അറിയില്ല, നമ്മുടെ സംസ്കാരം അറിയില്ല, നമ്മുടെ ചരിത്രം അറിയില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റപ്പെട്ട ദ്വീപ്, വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ പേരായ സുനിൽ എന്ന പേരിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ഓരോരുത്തരും ഒരൊറ്റപ്പെട്ട ദ്വീപിൽ, നിങ്ങൾ മാത്രമുള്ള ഒരിടത്ത് നിങ്ങൾക്ക് പേരിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെയായിരുന്നു സഹോദരങ്ങളെ. നമ്മൾ ഈ നാട്ടിൽ, ഈ ഭാരത ഭൂഖണ്ഡത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ നമുക്കൊരു പേര് വേണ്ടിയിരുന്നില്ല. നമ്മൾ സനാതനികളായിരുന്നു. നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഉടമകളും അവകാശികളുമായിരുന്നു. നമ്മളായിരുന്നു ഈ നാട്. അപ്പോൾ നമുക്ക് പേര്, നമ്മളെ ആരും വിളിക്കേണ്ട കാര്യം നമുക്കറിയാം, നമ്മളെല്ലാമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരൻ ഇവിടെ വന്നപ്പോൾ, അല്ലെങ്കിൽ വിദേശികൾ ഇവിടെ വന്നപ്പോൾ, അവർക്ക് അവരുടേതല്ലാത്തൊരു ജനക്കൂട്ടത്തെ, ഒരു ജനതയെ ഇവിടെ കണ്ടു. അവർ നമ്മളെ ഹിന്ദു എന്ന് വിളിച്ചു. അതിനു മുമ്പ് നമ്മളില്ലായിരുന്നു എന്നാണ്. ഹിമാലയം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഹിമാലയം കണ്ടിട്ടുള്ളവരുടെ, പക്ഷെ കാണാത്തവരായിരിക്കും ഇവിടെ കൂടുതൽ. നമ്മൾ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ഹിമാലയം ഇല്ല എന്നർത്ഥമില്ലല്ലോ. സായിപ്പ് വന്ന് നമ്മളെ ഹിന്ദു എന്നും വിളിച്ചില്ലായിരുന്നുവെങ്കിൽ, ഹിന്ദു ഇല്ലായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത ഹിമാലയം അവിടെ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വല്ലപ്പോഴൊക്കെ ഒരു കണ്ണാടി എടുത്ത് നമ്മുടെ മുഖത്തിന് നേരെ ഒന്ന് പിടിച്ചു നോക്കണം. നമ്മൾ ആരാണെന്നറിയണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, നമ്മൾ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ സംസ്കാരമാണ്, ഏറ്റവും വലിയ സംസ്കാരമാണ്, ഏറ്റവും സമ്പന്നമായ സംസ്കാരമാണ്. ഇന്ന് നമ്മൾ വിദേശത്തേക്ക് നോക്കി, അമേരിക്കയും അതുപോലുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ ലോകത്തിലെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളും സാമ്പത്തിക ശേഷിയുമൊക്കെ അനുഭവിച്ച് വലിയ മുന്നേറ്റം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ പാശ്ചാത്യർ പച്ചയിറച്ചി തിന്ന് കാട്ടിൽ കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഭാരതത്തിൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇവിടെ കണാദനുണ്ടായിരുന്നു. റൂദർഫോർഡിന് മുമ്പ് ആറ്റമിക് തിയറി ഉണ്ടാക്കിയത് ഇവിടെയാണ്. ലോകത്താദ്യമായി പ്ലാസ്റ്റിക് സർജറി നടത്തിയ പതഞ്ജലി ഉണ്ടായത് ഇവിടെയാണ്. ചരകനും സുശ്രുതനും ഉണ്ടായത് ഇവിടെയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പോലും പിതാക്കൻ ഇവിടെയാണ്. ലോകത്തിന് ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ അടിത്തറയായ പൂജ്യമില്ലെങ്കിൽ ഗണിതത്തിന് പ്രസക്തിയുണ്ടോ? കണക്കുണ്ടോ പൂജ്യമില്ലെങ്കിൽ? പൂജ്യം കണ്ടുപിടിച്ചത് നമ്മളാണ്. നമ്മുടെ നാട്ടിലെ മഹർഷിമാരാണ്. നമ്മളെവിടെ പഠിക്കുന്നുണ്ട്? നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ അറിയുന്നില്ല. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട സംസ്കാരമാണ്. ആനകളുടെയും അമ്പാരികളുടെയും നായാട്ടുകാരുടെയും നാടോടികളുടെയും പാമ്പാട്ടികളുടെയും രാജ്യമായിരുന്നു ഹിന്ദു എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ്റെ ചരിത്രം വായിച്ച് നമ്മൾ കോൾമേർക്കൊള്ളും. നമ്മുടെ പാഠപുസ്തകങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങൾ എന്താ പറയുന്നത്? ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയ, നമ്മളെ അടിമകളാക്കി ഭരിച്ചതാരാണ്? ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാരെ പോലെ ഈ രാജ്യത്തെ കൊള്ളയടിച്ച ആരുമില്ല. ബ്രിട്ടീഷുകാർ മാത്രമാണോ ഇന്ത്യയെ കൊള്ളയടിച്ചത്? ഹൂണന്മാർ കൊള്ളയടിച്ചില്ലേ? മുഗളന്മാർ കൊള്ളയടിച്ചില്ലേ? നമ്മൾ പക്ഷേ ഈ ഹൂണന്മാരെയും മുഗളന്മാരെയും നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി വൈദേശിക ശക്തികൾ ഇവിടെ ഭരണം സ്ഥാപിച്ച ആ ഭരണാധികാരികളെ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കും. എന്നിട്ട് ബ്രിട്ടീഷുകാരൻ മാത്രമാണ് നമ്മുടെ സംസ്കൃതിയെ, നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ചതെന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ എത്രയോ തലമുറയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെയൊക്കെ കുഴപ്പം. നമ്മളെ മനഃപൂർവ്വം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയും വന്ധീകരിക്കുകയും, ഞാൻ ആ വാക്ക് ആവർത്തിച്ച് ബോധപൂർവം പറയാണ്, ഹിന്ദു ജനതയെ ചിന്താപരമായി വന്ധീകരിക്കാനുള്ള ഒരു പാഠ്യപദ്ധതി ആദ്യത്തെ ഭാരത സർക്കാരിൻ്റെ കാലം മുതൽ
ആസൂത്രിതമായി നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബുൽ കലാം ആസാദിൻ്റെ കാലം മുതലേ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് ആ പാഠപദ്ധതിയിൽ പതുക്കെ ഒന്ന് കൈവച്ച് ഇന്ത്യയുടെ സംസ്കാരം എന്താണ്, ഇന്ത്യ ആരാണ്, ഇന്ത്യയിലെ ജനതയാരാണ്, ഇന്ത്യ ആരുടേതാണെന്ന് നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ കുരു പൊട്ടുന്നുണ്ട്. ആ കുരുപൊട്ടൽ അനുസ്യൂതം തുടരുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ജനറലി പറയാൻ വന്ന ആദ്യ ഭാഗം. സനാതനം എന്ന് പറയുമ്പോൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാവണം. ഞാൻ വളരെ വിനയപൂർവ്വം ഖേദപൂർവ്വം നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ എത്ര വീടുകളിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ എന്നും വൈകുന്നേരം ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് നമ്മുടെ കുട്ടികൾ അവിടെ ഇരുന്ന് ഹരിനാമകീർത്തനമോ സന്ധ്യാനാമമോ ചൊല്ലുന്നുണ്ട്? നമ്മുടെ എത്ര മുത്തശ്ശിമാർ കുഞ്ഞുങ്ങളെ വിളിച്ച് മടിയിലിരുത്തിയിട്ട് രാമനെക്കുറിച്ച്, ബലരാമനെക്കുറിച്ച്, പരശുരാമനെക്കുറിച്ച്, ദശാവതാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? അപ്പോൾ നമ്മുടെ സംസ്കാരം ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി വേറെ ആരുമല്ല, നമ്മൾ കൂടിയാണ് എന്നൊരു തിരിച്ചറിവുണ്ടാകണം. ഇതാണ് ഞാൻ എൻ്റെ ആദ്യ ഭാഗം.